ഭയമില്ല, വിട്ടുവീഴ്ചയില്ല, പക്ഷപാതം ഇനി ഒട്ടുമില്ല. ദിസ് ഇസ് റിയാലിറ്റി ബൈ ഷാരിക. അങ്ങനെ മക്കളെ, നമ്മുടെ ബിഗ് ബോസ് സീസൺ 8 അഗ്നി പരീക്ഷ എപ്പിസോഡ് ഇന്നലെ 12 മണിക്ക് ഹോട്ട്സ്റ്റാറിൽ സ്ട്രീം ചെയ്തു. ഞാൻ കണ്ടു. ചിരിച്ചു ഞാൻ ഇവരുടെ പ്രമോ കണ്ടപ്പോഴേ ഞാൻ പറഞ്ഞതാണ്, ഒരു ചുക്കും ബിഗ് ബോസിൽ സംഭവിക്കാൻ പോകുന്നില്ല, ഇതൊക്കെ വെറും നനഞ്ഞ പടക്കം മാത്രമാണ്, ഒന്നും സംഭവിക്കില്ല, നത്തിങ് വിൽ ഹാപ്പൻ. എന്താണ് ഇന്നലെ അഗ്നിപരീക്ഷയിൽ നടന്നത്? ആക്ച്വലി ഫസ്റ്റ് എപ്പിസോഡിൽ 40 പേരെ വലിച്ചു കയറ്റി കൊണ്ടുവന്ന് അവിടെ ആങ്കർ നിൽക്കുന്ന റിനീഷ. എന്താണ് റിനീഷ കാണിച്ചു കൂട്ടുന്നത്? സീരിയസ്ലി മാൻ, അതൊരു എന്താ പറയുക, അതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ലാലേട്ടനൊക്കെ എന്താ അല്ലേ. അദ്ദേഹം ബേസിക്കലി ഒരു ആങ്കർ അല്ല, അദ്ദേഹം ബേസിക്കലി ആക്ടറാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ ആങ്കറിങ് സ്ക്രിപ്റ്റഡ് ആണെങ്കിൽ കൂടിയും സ്ക്രിപ്റ്റിൽ പറയുന്ന കാര്യങ്ങളാണ് ലാലേട്ടൻ അവിടെ കിടന്ന് പറയുന്നത്. എന്നാൽ പോലും എത്ര ഗംഭീരമായിട്ടാണ് അത് ചെയ്യുന്നത്. പക്ഷെ റിനീഷ എന്താണ് അവിടെ കാണിച്ചത്? റിനീഷയ്ക്ക് എന്താ തലേന്നെങ്ങാനോ വിളി വന്നത്? എനിക്കറിയില്ല. എക്സ് കോണ്ടസ്റ്റൻസിനെയൊക്കെ എടുത്തു വയ്ക്കുന്നത് നല്ലതാണ്. റിനീഷ എന്താ പറയുന്നത്, റണ്ണറപ്പ് ആയിരുന്നു അഖിൽമാരാരുടെ സീസണിലെ. പക്ഷേ പത്തറ്റിക് ആങ്കറിങ് പറയാതിരിക്കാൻ പറ്റത്തില്ല. വെരി പത്തറ്റിക് ആങ്കറിങ്. ആൻഡ് ദ ജഡ്ജസ് റിയാസ്, അഖിൽ മാറാർ ആൻഡ് രഞ്ജിനി ഹരിദാസ്. അയ്യോ, രഞ്ജിനി ഹരിദാസിനോടുള്ള എൻ്റെ ബഹുമാനവും സ്നേഹവും ഒക്കെ എനിക്ക് ആ CJPയുടെ അവരുടെ നിലപാട് കണ്ടപ്പോൾ പോയി. പിന്നെ അവരുടെ ആങ്കറിങ് സ്കിൽ, അത് നമ്മളെപ്പോഴും എനിക്കിന്നും ആങ്കറിങ്ങിൽ ഞാൻ ഇന്നും അംഗവുക്കാർ വെച്ചിരിക്കുന്ന ഒരു വ്യക്തി രഞ്ജിനിയാണ്. അവരുടെ വെറൈറ്റി സ്കില്ലാണ്, അത് നമ്മൾ അംഗീകരിക്കുന്നു തീർച്ചയായിട്ടും. അവിടെ കഴിവും അവരുടെ നിലപാടും രണ്ടാണല്ലോ തീർച്ചയായിട്ടും. അപ്പോൾ അതുകൊണ്ട് അതിന്നും എനിക്ക് അഡോറബിളാണ്, ഞാൻ അവരെ അഡോർ ചെയ്യുന്നു. പക്ഷേ എന്താണ് ബിഗ് ബോസ് അഗ്നിപരീക്ഷ? അപ്പോൾ ഞാനൊക്കെ സത്യം പറഞ്ഞു ഇവരുടെ ഈ പ്രൊമോ കണ്ടപ്പോൾ ഒരു വേള ഞാൻ ചിന്തിച്ചു പോയി. ഞാൻ എക്സ് കണ്ടസ്റ്റൻ്റ് ആണ്, സീസൺ 7 കണ്ടസ്റ്റൻ്റ് ആണ്. അവിടെ ഞങ്ങളുടെ സീസൺ 7 7ൻ്റെ പണി ഉണ്ടാവും. അവിടെ കരച്ചിൽ കാർഡ് എടുക്കാൻ പറ്റത്തില്ല, സഹോദര കാർഡ് എടുക്കാൻ പറ്റത്തില്ല, മഞ്ഞ കാർഡ് എടുക്കാൻ പറ്റത്തില്ല, ചെന്ന കാർഡ് എടുക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ജയിച്ചവരൊക്കെ, അവിടെ നിന്നവരും ഒക്കെ കരച്ചിൽ കാർഡ് എടുത്ത് ജയിച്ചു. അവിടെ എന്തോരം കരച്ചിൽ കാർഡ് ഇറക്കി. ഇതൊക്കെ ലാലേട്ടൻ കീറുമെന്നും പറഞ്ഞാണ് അവിടെ ഞങ്ങളെ കയറ്റി വിട്ടത്. എന്നിട്ട് അവിടെ കിടന്ന് കാറുകയാണ് ചെയ്തത്, കീറിയില്ല. രണ്ടാമത്തത് അത് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഈ സീസൺ 8 പ്രൊമോയൊക്കെ കാണുമ്പോൾ ഒരു വേള നമ്മളും ചിന്തിക്കും, ഓ ദൈവമേ ഈ സീസൺ നല്ലതായിരിക്കും, ഈ സീസൺ നല്ലതാവണേ. പിന്നെ കോമണേഴ്സിന് എടുക്കുന്നതിടപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് സിമ്പതി അവരോട് തോന്നിയത്. ദൈവമേ, സെലിബ്രിറ്റികളാരും ഇനി അങ്ങോട്ട് പോകത്തില്ല. പക്ഷേ കാരണം തീർന്നല്ലോ, നാണം കെടുത്തിയാണല്ലോ പുറത്തോട്ട് ഇറക്കുന്നത്. അപ്പോൾ സെലിബ്രിറ്റികൾ അത്യാവശ്യം പേരും വരുമ്പോൾ സെലിബ്രിറ്റികളാരും അങ്ങോട്ട് പോകത്തില്ല. പക്ഷേ കോമണേഴ്സിനൊന്നും നഷ്ടപ്പെടാനില്ലല്ലോ, കോമണേഴ്സ് അതുകൊണ്ട് പോകും. നിങ്ങളെ ഇനിയിപ്പോൾ എന്തും ചെയ്യാമല്ലോ, ആരുണ്ട് ചോദിക്കാനും പറയാം. അത് നിങ്ങളെ ഇട്ട് വലിക്കും കൊല്ലും എന്നൊക്കെ ഞാൻ കരുതിയത്. അപ്പം നമുക്കൊരു നേരിയ പ്രതീക്ഷയുണ്ട്, ബിഗ് ബോസ് അഗ്നിപരീക്ഷയിൽ മറ്റേ നമ്മുടെ ആഫ്റ്റർ ഓൾ 8 സീസൺ ആയില്ലേ. ഈ ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ ഇന്നലെ തുടങ്ങിയതല്ലല്ലോ, കുറേ എക്സ്പീരിയൻസ് ആയി. പല ക്രിയേറ്റീവ് ടീം വരുന്നു, പല ഡയറക്ടേഴ്സ് വരുന്നു, പ്രോഗ്രാം പ്രൊഡ്യൂസേഴ്സ് വരുന്നു. അങ്ങനെ പല ടീമുകൾ മാറി അംഗം നടത്തുന്ന ഒരു തട്ടായതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇപ്രാവശ്യം അഗ്നിപരീക്ഷയിലൂടെ കോമണേഴ്സിനെ കയറ്റി ഫിൽട്ടർ ചെയ്ത് എടുക്കുമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ശരിക്കും എൻ്റെ മനസ്സിലുണ്ടായിരുന്നു, ഞാൻ നിങ്ങളോട് പറയട്ടെ, ഒരു AXN ലെവൽ, പണ്ടത്തെ ഒരു ചാനൽ നിങ്ങൾക്ക് അറിയുമെന്ന് അറിയത്തില്ല, AXN ചാനൽ. അതിനകത്തുണ്ട് ഇങ്ങനത്തെ കുറേ, അതുപോലെ പിന്നെ MTV റോഡീസ് ഒക്കെ പോലെയുള്ള ഒരു ലെവലിലേക്ക് വരുമായിരിക്കും. കാരണം നമ്മുടെ ആ കഴിഞ്ഞ സീസൺ വരെയുള്ള പോരായ്മകളൊക്കെ കഴിഞ്ഞ വെറും മഠാറ് ടോപ്പ് കൂതറ സീസണായിരുന്നു സീസൺ 7, ഒരു സംശയമില്ലാത്ത കാര്യമാണ്. അപ്പോൾ അത് അവിടെ നിൽക്കട്ടെ, ഞാൻ പോയ സീസൺ തന്നെയാണ്. ഇനി എന്ത് കമൻറ്റ് പറഞ്ഞാലും എനിക്കൊരു ചുക്കുമില്ല, ഇതൊക്കെ സത്യമായ കാര്യങ്ങളാണ്. അപ്പോൾ ബിഗ് ബോസ് എന്ന ഷോ തന്നെ ഒരു നെഗറ്റീവ് ഷോയാണ്, അതിലൊരു സംശയമില്ലാത്ത കാര്യമാണ്. സമൂഹത്തിന് പ്രയോജനമുള്ള ഒരു ഗുണവും ബിഗ് ബോസ് ചെയ്യുന്നില്ല, സമൂഹത്തിന് പ്രയോജനമുള്ള ഒരു കാര്യവും ബിഗ് ബോസ് ചെയ്യുന്നില്ല. പക്ഷേ കോമണേഴ്സിനെ കൊണ്ടുവന്നപ്പോൾ ഇപ്രാവശ്യം ഞാൻ കരുതിയിരുന്നത്, കഴിഞ്ഞ സീസൺ വരെ സമൂഹത്തിന് ഒരു ഗുണവും ബിഗ് ബോസ് ചെയ്തിട്ടില്ല. TRP റേറ്റ് കൂടുക, കാസ് വാറുക. പിന്നെ ഞങ്ങൾക്ക് തന്ന കാശിൻ്റെ കാര്യമൊന്നും ഞാനിവിടെ പറയുന്നില്ല, പറയാതിരിക്കാൻ നല്ലത്. മറ്റുള്ളവരുടെ കാശിൻ്റെ കാര്യം എനിക്ക് അറിയത്തില്ല, എൻ്റെ കാശിൻ്റെ കാര്യം എനിക്ക് അറിയത്തുള്ളൂ. പിന്നെ ചാനലിൻ്റെ സൈഡിൽ നിന്ന് ഒന്നും തരാതിരുന്നില്ല, പറഞ്ഞ കാശ് തന്നിട്ടുണ്ട്, അത് സത്യമായ കാര്യമാണ് കേട്ടോ, അതിലൊരു സംശയമില്ല. അതല്ല, അവർ മാന്യത പുലർത്തും, പറഞ്ഞ സമയത്ത് അവർ തന്നിട്ടുണ്ട്, അതിലൊരു തെറ്റുമില്ല. പക്ഷേ ഞാൻ ഷോയെക്കുറിച്ചാണ് പറയുന്നത്, ഞാൻ ചാനലിനെ കുറിച്ചോ ചാനൽ നടത്തിപ്പുകാരെ കുറിച്ചോ ഒന്നും എനിക്കൊന്നും പറയാനില്ല. നമുക്ക് ഓരോ കാലഘട്ടങ്ങളിൽ പണ്ട് മറ്റേ കേരള ഹൗസ് ചെയ്തത് സൂര്യ TV കൈരളി ആരോഗ്യതല്ലേ, അങ്ങനെ ഓരോ കാലത്ത് ഓരോ ചാനൽ ഓരോ ഷോ എടുത്ത് ചെയ്യും. പക്ഷേ ഞാൻ പറയുന്നത് ഈ ഷോയെക്കുറിച്ചാണ്. ഈ ഷോ ഈസ് വെരി ഡേഞ്ചറസ്. അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് വെരി ബാഡ് ഇമ്പാക്റ്റ് ഇൻ സ്റ്റുഡൻസ്, ഇൻ ന്യൂ ജനറേഷൻ, അല്ലെങ്കിൽ
വളർന്നു വരുന്ന തലമുറക്ക് ഭയങ്കര ബാഡ് ഇമ്പാക്റ്റ് നൽകുന്ന ഒരു സാധനമാണ്. പക്ഷേ സീസൺ 7 വരെ അങ്ങനെ. അപ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് സീസൺ 8 ഈ പ്രമോയും കുന്തവും കുപ്രാണ്ടിയൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഗംഭീര പെർഫോമൻസ്. മിനിറ്റ്, അതായത് സീരിയൽ നടന്മാർ മുഴുവനും വന്ന് കിടന്ന് പറഞ്ഞിട്ടുണ്ട്, സീരിയൽ നടിമാർ മുഴുവൻ വന്ന് കിടന്ന് പറഞ്ഞിട്ടുണ്ട് പതിവില്ലാത്ത പോലെ. അഗ്നിപരീക്ഷ 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 എന്ന് കരുതിയപ്പോൾ ഞാൻ കരുതിയില്ല തീപ്പെട്ടി വരച്ച് കത്തിക്കുന്ന ഷോ ആയിരിക്കുമെന്ന്. ഇതാണോ അഗ്നിപരീക്ഷ? അഗ്നിപരീക്ഷ എന്ന് വരുമ്പോൾ നമ്മൾ മിനിമം ഒരു തീപ്പന്തെങ്കിലും പ്രതീക്ഷിക്കത്തില്ലയോ? ഇതിപ്പോൾ തീപ്പെട്ടി വരച്ച് കത്തിച്ച് ഊതിയതുപോലെ ആയിപ്പോയി ഫസ്റ്റ് എപ്പിസോഡ്. എന്തോ ആടേ എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്തുമെന്ന് ഞാൻ കരുതി. ഒരു മാറ്റവും ഇല്ല. അതേ താക്കോല്, അതേ ബോള്, അതേ കപ്പ്, അതേ എന്താ പറയുന്നത് ബൗള്, അതേ ബസർ. അയ്യോ നമിച്ച് നമിച്ച് നമിച്ച്. അപ്പോൾ അഗ്നിപരീക്ഷയുടെ ഫസ്റ്റ് ഇതാണ് എൻ്റെ അഭിപ്രായം. സോ പത്തറ്റിക്. അർഹരായവർക്ക് കിട്ടുമോ ഇല്ലയോ നമുക്ക് അറിയില്ല. കാരണം ഇത് പിന്നെ ജഡ്ജസിൻ്റെ അയ്യോ അത് പറഞ്ഞില്ല. രഞ്ജിനി ഹരിദാസ്, അഖിൽമാര, റിയാസ് സല്ലൈം ഒക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങോട്ട് തകർത്ത് മലർത്തുമെന്നൊക്കെ. എന്താ രഞ്ജിനി ഹരിദാസ് അവിടെ നിന്ന് കാണിക്കുന്നത്? അവരെ നേരെ തിരിച്ചു മതിയായിരുന്നു ആക്ച്വലി. റെനീഷ സീരിയസ്ലി ഞാൻ പറയുവാണ്, റിനിഷയ്ക്ക് പകരം രഞ്ജിനിയെ ആങ്കർ ആക്കിക്കൊണ്ട് റിനിഷയെ ഈ പറയപ്പെടുന്ന നടുക്കൊണ്ടിരുത്തിയാൽ മതിയായിരുന്നു. അതാകുമ്പോൾ കുറച്ചുകൂടെ ബെറ്റർ ആയെന്ന് എനിക്ക് തോന്നുന്നു. രഞ്ജിനി ആങ്കറിങ്ങിൽ രഞ്ജിനി ഹരിദാസിനെ കഴിഞ്ഞേ ഉള്ളൂ. സീരിയസ്ലി ഞാൻ പറയുവാണ്, അവരെ കഴിഞ്ഞ ആളുള്ളൂ. അവരത് പൊളിച്ച് അടിക്കുകയാണ്. സീരിയസ്ലി ഐ എം ടെല്ലിങ് യു. പക്ഷേ ഇവിടെ രഞ്ജിനിയുടെ എക്സ്പ്രഷൻ, രഞ്ജിനി അവിടെ നിന്ന് നടന വൈഭവം കാണിക്കുന്നത് അത് വളരെ വളരെ പത്തറ്റിക് ആയിട്ടുള്ള, അതായത് ഓരോ കുട്ടികൾ എടുക്കുമ്പോൾ രഞ്ജിനിയുടെ ഭാവപ്രകടനങ്ങളൊക്കെ കണ്ടിട്ട് എനിക്ക് അവരെ ഒരു ആങ്കറിങ്ങിൽ കാണുമ്പോൾ നമുക്കുള്ള ആ ഒരു ഊർജ്ജം ഉണ്ടല്ലോ അത് അവിടെ നഷ്ടപ്പെട്ടിരിക്കുന്നു. സീരിയസ്ലി ഞാൻ പറയുകയാണ്. അവരെ കാണാനൊക്കെ അവരുടെ പിന്നെ ഒന്ന് ഞാൻ പറയാം, എല്ലാം മോശമൊന്നും ഞാൻ പറയത്തില്ല. റിനിഷയുടെ കോസ്റ്റ്യൂം വളരെ പത്തറ്റിക് ആയിരുന്നു. പക്ഷേ അഖിൽമാരാർ ആൻഡ് റിയാസ്, അതോടൊപ്പം തന്നെ രഞ്ജിനിയുടെയൊക്കെ കോസ്റ്റ്യൂം, അഖിലിൻ്റെയും രഞ്ജിനിയുടെയും കോസ്റ്റ്യൂം ഗംഭീരം. റിയാസിൻ്റെയും എനിക്ക് അത്ര അഭിപ്രായമില്ല, ബട്ട് ഓക്കെ. ബട്ട് രഞ്ജിനി ഹരിദാസിൻ്റെ കോസ്റ്റ്യൂമാ, മേക്കപ്പ് അല്ല. ആൻഡ് അഖിലിൻ്റെയും കോസ്റ്റ്യൂം നല്ലതായിരുന്നു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് അതായത് ഒരു ജഡ്ജി, ഇനി അവർ അറിഞ്ഞുകൊണ്ടാണോ എന്ന് അറിയത്തില്ല, അവരുടെ ഒരു പേഴ്സണൽ കാര്യങ്ങൾ വെച്ച് കുത്തുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്തു. മേ ബി ഇനി അതൊരു സ്ട്രാറ്റജി ആണോ എന്ന് നമുക്കറിയത്തില്ല. അതായത് പിന്നെ അഖിലിൻ്റെ പൊളിറ്റിക്കൽ സാധനം വെച്ച് അഖിലിൻ്റെ രഞ്ജിനി കുത്തുന്നു, ഇപ്പോൾ രഞ്ജിനിക്ക് കിട്ടിയ എന്തെങ്കിലും രഞ്ജിനിയുടെ ഒരു പേഴ്സണൽ പ്രശ്നം വെച്ച് അഖിൽ കുത്തുന്നു, അങ്ങനെ അവരുടെ പുറത്ത്, അതായത് ഔട്ട് ഓഫ് ദി ബിഗ് ബോസ് ആണ് പലയിടത്തും അവരുടെ സംസാരത്തിൽ ഒരു കുത്തലുകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. അത് ഒരു പ്രൊഫഷണൽ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല ആക്ച്വലി. നമ്മളൊരു ജഡ്ജ് എന്ന് പറയുമ്പോൾ അവർ ബിഗ് ബോസ് ഹൗസിലുണ്ടായിരുന്ന സമയത്ത് ഒരു എന്താ പറയുക തീപ്പൊരി കണ്ടസ്റ്റൻസ് ആയിരുന്നു ഈ രഞ്ജിനി ഹരിദാസ്, അഖിൽ മാരാർ ആൻഡ് റിയാസ്. അപ്പോൾ അതിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് നിങ്ങൾ ജഡ്ജിങ് പാനലിൽ ഇരിക്കുമ്പോൾ കീപ്പ് ചെയ്യുക എന്നേ എനിക്ക് പറയാനുള്ളൂ. സോ എനിക്കൊന്ന് സീസൺ 7 പോലെ തന്നെ അഗ്നിപരീക്ഷ തന്നെ ഇപ്പോൾ നനഞ്ഞ പടക്കമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. പ്രത്യേകിച്ച് ഒരു ഗുമ്മും കണ്ടിട്ടില്ല. ഇനി അടുത്ത എപ്പിസോഡ് കണ്ടിട്ട് ബാക്കി ഗുമ്മി ഞാൻ പറയാം. എന്തായാലും പ്രതീക്ഷയില്ല, ഒട്ടും പ്രതീക്ഷയില്ല എനിക്ക്. നന്ദി ബിഗ് ബോസ്.